വെയിലോ ഒന്നുമില്ല. പിന്നെ എന്തിനാ കുട്ടി ഈ കൊടയും പിടിച്ച് നടക്കുന്നേ? എടി ഈ സാധനമൊക്കെ എപ്പോഴാ വന്നേന്ന് പറയാൻ പറ്റുമോ? നിനക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാ പിന്നെ എനിക്ക് ആരാ ഉള്ളത് മിട്ടു? ഓഹോ, ഇത് അത്രയ്ക്ക് സ്നേഹമല്ലേ? പിന്നെ നമ്മൾ ഈ വയസ്സാങ്കാലമായെങ്കിലും നമ്മുടെ പ്രേമത്തിന് ഇതുവരെ ഒരു കുഴപ്പമില്ലല്ലോ. നീ എന്റെ പെണ്ണല്ലേടി. ആ എന്നാ പിന്നെ കല്യാണത്തിന്റെ തലേ ദിവസം ഞാൻ ഇറങ്ങി വന്നില്ലായിരുന്നെങ്കിൽ കുട്ടു എന്തോ ചെയ്തേനെ? നീ ഇറങ്ങി വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ അങ്ങ് കേറി വരും. അപ്പം മിട്ടു എന്ത് ചെയ്യും? ഞാനങ്ങ് ഇറങ്ങി വന്നേനെ. പിന്നെ അച്ഛൻ എന്തോ ഒരു അടിയാ തന്നിട്ടുള്ളത്. എന്നിട്ടൊന്നും കുട്ടുവിന് എന്നോട് ഒരു അകൽച്ചയും തോന്നിയില്ലേ? ഒന്നും തോന്നിട്ടില്ല. അങ്ങനെയാണ് നിന്റെ ആങ്ങളമാരെന്നെ വടിവാളിന് പുറകെ വരഞ്ഞില്ലേ? എന്റെ പേര് വരെ മാറിയില്ലേ? ആൾക്കാർ ശങ്കരാന്നല്ലേ വിളിച്ചോണ്ടിരുന്നേ. ഇപ്പൊ എന്താ ശങ്കുവരെ. എന്നിട്ട് പോലും എന്റെ സ്നേഹം, നമ്മൾ തമ്മിലുള്ള സ്നേഹം അതാണ് വലുത്. നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര വർഷമായി? 35 വർഷമായി. അതെ അതെ അതെ. 31 വയസ്സുള്ള ഒരു മോനും നമുക്കുണ്ട്. അതെ. പിന്നെ നമുക്കങ്ങ് പറന്നാലോ? എവിടെ? നമുക്കങ്ങ് പറന്നാലോ? എവിടെ? വിമാനത്തെ കയറി പറന്നാലോ? വിമാനം ഒരു ദിവസം ഇവിടെ വരട്ടെ, ഞാൻ നിന്നെ കേട്ടു. വിമാനം ഇവിടെ വന്നാലേ എന്നെ കേട്ടത്തുള്ളൂ. എന്നാ പിന്നെ എനിക്കൊരു ചിറക് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അങ്ങ് പറന്നേന്. അയ്യോ, ഒറ്റ ചിറകി പറക്കുമ്പോ നീ ഒറ്റയ്ക്കായി പോലും. ഒറ്റ ചിറയിൽ ആരെങ്കിലും പറക്കുവോ? എന്നാ പിന്നെ 2 ചിറക് ഞാൻ പറഞ്ഞേന്. വേണ്ട, അത് നീ ഒറ്റയ്ക്കായി പോ. അപ്പൊ ഞാൻ ഉണ്ടാവില്ല. 4 ചിറകുണ്ടെങ്കിൽ നമുക്ക് 2 പേർ കൂടെ അങ്ങ് പറക്കരുതോ? പറയാൻ പറ്റില്ല, അലൈൻമെന്റ് തെറ്റും. അത് ശരിയാവില്ല. എനിക്ക് എന്തോ രാവിലെ എഴുന്നേറ്റപ്പോ മുതലേ ഭയങ്കര എന്തോ ഒരു തലവേദന. അയ്യോ എന്റെ ദൈവമേ, അയ്യോ അമ്മേ, എങ്ങനെയുണ്ട് തലവേദന? ഇപ്പൊ കുറച്ച് മാറ്റമുണ്ട്, പക്ഷെ മൂക്കടപ്പുണ്ട്. ഇതാണ് നമ്മുടെ സ്നേഹം. നിനക്ക് തലവേദന വന്നാൽ ഞാൻ വിക്സ് വരട്ടു. ഇതാടി ഭാര്യയും ഭർത്താവ്. എത്ര 35 വർഷമായി നമ്മുടെ പ്രേമം തുടങ്ങി. അതെ 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 അതെ. രാവിലെ ഞാനങ്ങ് കഴിച്ചല്ലോ. കഴിച്ചു. അതാണ് എനിക്ക് ഒട്ടും വിശപ്പില്ല. ആണോ? വെള്ളം കുടിക്കുന്ന എന്തിനാ? വെള്ളം മിട്ടു കുടിച്ചോ? ഞാൻ കുടിച്ചില്ലായിരുന്നു. അതാ ഞാൻ വെള്ളം കുടിച്ചു. മനസ്സിലായി? ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ ജീവിതം. അതെ. നമുക്കേ സാറ്റ് കളിച്ചാലാ? സാറ്റ് കളിക്കാം. വെണ്ണില ചന്ദനക്കിണ്ണം ഉന്നമടക്കായലിൽ വീണേ, കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ് ആറ്റക്കിളി പോകും നേരം മഞ്ഞണി തൂവൽ കൊണ്ടൊരു കുത്തി കളിക്കാം. അതിങ്ങനെ വെച്ചിട്ട് കൈ ഇങ്ങനെ വെച്ചിട്ട്. അയ്യോ, കൈ നോവും. മുട്ടും പിട്ടൂന്റെ കളി കഴിഞ്ഞോ ഇവിടെ? മുട്ടും പിട്ടൂന്റെ കളി കഴിഞ്ഞോന്നാ ഞാൻ ചോദിച്ചത്. ഇങ്ങനെ ഓരോന്ന്. ഞാൻ ആരാ? മകൻ വന്നിട്ട് ചോദിക്കണം, അച്ഛാ ഞാൻ ആരാണ്? ഇപ്പോഴും നിങ്ങൾ ഈ പുള്ളകളി നിർത്തിയിട്ടില്ലേ? എടാ ഞങ്ങൾ അങ്ങനെയാണടാ. എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പാടില്ല, അറിയാവോ? അകത്തെ റൂം നീ അകത്ത് പോയി. അതല്ലെന്ന്. കഴിഞ്ഞ ദിവസം ജംഗ്ഷനിൽ പോയിട്ട് നിങ്ങൾ ഒരു ജ്യൂസ് മേടിച്ചിട്ട് രണ്ടുപേരും 2 സ്ട്രോ ഇട്ട് കഴിച്ചാ? ഞങ്ങളങ്ങനെ കരിക്ക് മേടിച്ചാലും ഞങ്ങൾ 2 സ്ട്രോ ഇട്ടേ കുടിക്കത്തുള്ളൂ. ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇത്രയും വർഷമായില്ലേ, ഞങ്ങൾ ഒരു വാക്ക് കൊണ്ടുപോലും നോച്ചിട്ടില്ല, ഒന്നും പിണങ്ങിയിട്ടില്ല. അത് പോട്ടെ, ഈ കഴിഞ്ഞ ദിവസം അമ്മേനെ നേരെ കടപ്പുറത്ത് കൊണ്ടുപോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കിക്കൊണ്ട് നടന്നത് എന്തിനാ? ഞാൻ മതാമേനൊന്നും എടുത്തോണ്ട് നടന്നു, എന്റെ കെട്ടിയോളല്ലേ എടുത്തോണ്ട് നടന്നു. ഇതൊക്കെ നാണക്കേടല്ലേ? എനിക്ക് അറിയാൻ പാടില്ല. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം അച്ഛനും. നിങ്ങൾ നിയമപരമായിട്ട് കല്യാണം കഴിച്ചില്ല, അമ്മാവൻ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. നിയമപരമായിട്ട് കല്യാണം കഴിച്ചില്ലെങ്കിലും ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ചവരെ പോലെയല്ല താമസിക്കണം. അതെ, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛാ. ഞാൻ ഈ UK എന്തിനാ ഇവിടെ വന്നെന്നുള്ള കാര്യം അറിയാവോ അച്ഛന്? എന്തിനാണ് ഈ കാണുന്ന സ്വത്തുക്കള് ഇതിന് അവകാശി ആരാണ്? അവകാശി നീ, ഞങ്ങൾക്കൊരു മാനല്ലേ ഉള്ളൂ. അപ്പൊ നീല്ലേ അവകാശി? അച്ഛൻ എന്തെങ്കിലും സംഭവിച്ച അമ്മേ? രണ്ടുപേരും എന്റെ ദൈവമേ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതാണ് നിങ്ങളുടെ പ്രശ്നം. അതാണ് ഞങ്ങളുടെ പ്രശ്നം. അച്ഛനൊന്നും സംഭവിക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ നിയമപരമായിട്ട് കല്യാണം കഴിച്ചിട്ടില്ല. ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന സ്വത്തുക്കൾക്ക് അവകാശി വേണോ? അവകാശം നീ ആണല്ലോടാ. അങ്ങനെ പറഞ്ഞ എങ്ങനെ? നിങ്ങൾ ഇതുവരെ കല്യാണം കഴിച്ചിട്ടുണ്ടോ? എടാ ഞങ്ങൾ കല്യാണം കഴിച്ചവരെ പോലെ ജീവിക്കുന്നതല്ലേ. എന്താ പ്രശ്നം? എന്തായാലും നിങ്ങൾ നിയമപരമായിട്ട് കല്യാണം കഴിക്കും. അങ്ങനെ പറയുന്നത്. നിന്നെ കഷ്ടപ്പെട്ടാണ് നിന്നെ UK വിട്ടത്. ഞാൻ UK പോയി കഷ്ടപ്പെട്ടിട്ടാണ് നിന്നെ UK വിട്ടത്. എപ്പ UK പോയി? അപ്പർ കുട്ടനാട് അവിടെ കൃഷിപ്പണിയിട്ടാണ് ഞാൻ നിന്നെ UK വിട്ടത്. എവിടെയാടി? ഇവ യുണൈറ്റഡ് കിങ്ഡം. നീ അവിടെ വിട്ടത് മനസ്സിലാക്കണം. നീ അച്ഛൻ എന്ത് പറഞ്ഞാലും വേണ്ടിയില്ല, ഈ നിയമപരമായിട്ട് കല്യാണം കഴിക്കണം. എനിക്ക് ഈ സ്വത്തിന് അവകാശമാണ്. ഞാൻ അപ്പൊ നിയമപരമായി കല്യാണം കഴിച്ചാലേ നിനക്ക് സ്വത്ത് കിട്ടത്തുള്ളൂ. അമ്മ അങ്ങനെയാണമ്മ, അല്ലെങ്കിൽ എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ലെന്ന്. ഇപ്പൊ എന്താ നിനക്ക് വേണ്ടത്?
ഞാനേ ഒരു രജിസ്ട്രാറെ വിളിച്ചിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളൊന്ന് അതിലൊന്ന് ഒപ്പിട്ട് നിങ്ങൾ നിയമപരമായിട്ട് കല്യാണം കഴിച്ചാൽ മതി. എന്റെ കുട്ടൂനെ 1000 വട്ടം കല്യാണം കഴിക്കാനും എനിക്ക് സമ്മതം. 1000 വട്ടം ഒരു പ്രാവശ്യം കല്യാണം കഴിക്കാം. എന്നാ ഒരു പ്രാവശ്യം ഞാൻ വിളിച്ചിട്ട് വരാം. രണ്ടുപേരും റെഡിയാണല്ലോ? റെഡിയാ. ഒരു കുഴപ്പമില്ല. നിനക്ക് വേണ്ടിട്ട് ഇനി സ്വത്തിന്റെ പ്രശ്നമെങ്കിൽ കല്യാണം കഴിക്കാൻ ഒരു മിട്ടുവിന് അങ്ങനെ എന്തെങ്കിലും പ്രശ്നമോ? എനിക്കൊരു പ്രശ്നമില്ല. ഇവൻ എന്തിനാ സ്വത്തിന് വേണ്ടിയിട്ടാണ് നമ്മളെ കല്യാണം കഴിപ്പിക്കുന്നത്? പിള്ളേരെ അങ്ങനെ നമ്മൾ പ്രേമിക്കണ പോലെയൊന്നും സ്നേഹിക്കണ പോലെയൊന്നും ഒരുമിച്ച് ജീവിക്കാൻ ഇവരെ കൊണ്ട് പറ്റൂല. ഇവൻ നമ്മളെ കെട്ടിച്ചേ അടങ്ങൂ കേട്ടാ. കേട്ടാ ഇതാണ് രജിസ്റ്റർ. തെക്കുംപാടത്തെ സുധാകരന്റെ മകൾ അതെ അതെ, മിട്ടു സുഭദ്ര. സുഭദ്ര. ആ എഴുത്തുകുത്തിലൊക്കെ അങ്ങനെയാണ്. ഇത് പണ്ടേ ഒരു വേട്ടാവളിയും കെട്ടാൻ വന്ന രാത്രി ഞാൻ വിളിച്ചോണ്ട് പോകുന്നു. വേട്ടാവളി എന്നൊക്കെ വിളിക്കുന്ന അത്ര ശരിയാണ്. ഒരു അലമ്പൻ. നമ്മൾ ഇഷ്ടത്തിലായിരുന്നു. ആ വേട്ടാവളിയനായി ഞാൻ. മന്മഥൻ. മന്മഥൻ നാട്ടുകാർ വിളിക്കുന്ന മണോണാഞ്ചൻ. അല്ല വേറെ കല്യാണം കഴിച്ചില്ലേ? എവിടുന്ന് ഇപ്പൊ ഇങ്ങനെ ഓരോ കല്യാണം നടത്തി പോന്നു. ഞങ്ങൾ തമ്മിൽ അത്ര ഇഷ്ടത്തിലായതുകൊണ്ട് അന്ന് അങ്ങനെ സംഭവിച്ചു. ഒന്നും തോന്നരുത് കേട്ടോ. എവിടെ ഒപ്പിടണ്ടേ? ഇങ്ങോട്ട് ഒപ്പിട്ടെ. ഇവിടെ ആദ്യം ഒരാൾ ഒപ്പിടും. എന്റെ ഷൂവോ? അടുത്ത ആൾ. അത് മാത്രം ഇത്ര നാളായിട്ട് കണ്ടുപിടിച്ചില്ലല്ലേ? സാക്ഷി ആരാ? സാക്ഷി ഞാൻ, മകൻ. സ്വന്തം മകനല്ലേ? അതെ അതെ. സദ്യ ഉണ്ടായിരുന്ന ഉപ്പൂടങ്ങ് വിളമ്പിയ. അപ്പം അച്ഛാ പിടിച്ചേ. ഇത് എനിക്ക് തരണം. ഞാൻ ഇങ്ങനെയൊന്നും ശീലയില്ല. എനിക്കിതാ. ആ ഇത് അമ്മ ഇങ്ങോട്ട് കൊടുക്കും. അയ്യോ, അപ്പൊ ഇത് എന്റെ കയ്യിരിക്കും. അല്ല, ഇത് ഒരെണ്ണം ഇങ്ങോട്ട് കൊടുത്താൽ മതി. അപ്പൊ ഇതെവിടെ വെക്കും? ഇത് അത് ഇവിടെ വെക്ക്, താഴെ വെക്ക്. താഴെ വെച്ച്. ഇത് ഇത് അങ്ങോട്ട് ഇടണം. പാട്ടൊന്നും ഇല്ലല്ലേ? പാട്ട് പാട്ടെന്തിനാ നമുക്ക്? അച്ഛ സമയം കളയല്ലേ. ഓ, സമാധാനായി. അങ്ങനെ എന്റെ അച്ഛനും അമ്മയുടെ കല്യാണം കഴിഞ്ഞു. അപ്പം നിയമപരമായിട്ട് നിങ്ങളുടെ കല്യാണം നടന്നിരിക്കുകയാണ്. അല്ല, മനസ്സിലൊന്നും വെക്കല്ലേ. നല്ലൊരു പെണ്ണിനെ കണ്ടാ അങ്ങ് കെട്ടിക്കോ. എന്തെങ്കിലും ഉണ്ടായിട്ട് വേണ്ട വയ്ക്കാൻ. ഒന്നുമില്ല. അച്ഛ ഞാനൊന്ന് പുള്ളിനൊന്നും അങ്ങോട്ട് ആക്കി അങ്ങോട്ട് കേട്ടോ. സാറ് വളരെ ഉപകാരം. എന്താല്ലേ സ്വത്ത് തീർക്ക. അതെ അതെ, നമ്മുടെ മക്കള് സ്വന്തം അച്ഛന്റെ അമ്മയുടെയും കല്യാണം നടത്തും. എന്റെ പൊന്നോ, ഞാൻ അത് ഒരു ചായ എടുത്തിട്ടുണ്ടെന്ന്. ആര്? നീ എന്തിപ്പ എന്നെ വിളിച്ച? നീ എന്ന് മിട്ടൂന്നല്ലേ വിളിക്കുന്നേ? പിന്നെ മിറ്റു മിറ്റു അല്ല, വിളിക്കാൻ പറ്റിയ പേരല്ലേ മിറ്റു. അല്ല, ഒരു 5 മിനിറ്റ് മുമ്പ് വരെ എന്നെ മിട്ടു മിട്ടു എന്നല്ലേ വിളിച്ചോണ്ടിരുന്നത്. അന്നേരം നമ്മൾ കാമുകമാരായിട്ട് ജീവിക്കായിരുന്നു. ഇപ്പൊ നമ്മൾ ഭാര്യയും ഭർത്താവാണ്. കല്യാണം കഴിച്ച് നിയമപരമായിട്ട്. ഇനി ഭർത്താവ് പറഞ്ഞ പോലെ ഭാര്യ കേൾക്കണം. മനസ്സിലായില്ലേ? അപ്പൊ എന്നെ ഇനി അങ്ങനെ വിളിക്കത്തില്ല. അങ്ങനെ എങ്ങനെ വിളിക്കണം? അപ്പൊ ഇനി അങ്ങനെ വിളിക്കത്തില്ല. അങ്ങനെ വിളിക്കണേ. എന്നാ പിന്നെ തന്നെ ചായ എടുത്തോ ഉണ്ടാക്കണോ? തന്നെ ചായ എടുത്തോ ഉണ്ടാക്കണോ? എനിക്ക് പറ്റില്ല. എന്താ ദേശങ്ങളിൽ ഒരു ഭർത്താവ് പറഞ്ഞ ഭാര്യക്ക് അംഗീകരിക്കാൻ പറ്റില്ലെങ്കിൽ ഭാര്യ എന്ന് പറഞ്ഞാൽ ഭരിക്കപ്പെടേണ്ടവളല്ല, ഭർത്താവിന്റെ അടിമയല്ല. അടിമയില്ലെങ്കിൽ വേണ്ട. നീ ഇറങ്ങി വീടാണെങ്കിൽ ചായ എടുത്ത് കുടിക്കണം. എന്താ അച്ഛ ഇത് എന്താണിത്? നിങ്ങൾ മിട്ടും പിട്ടും ഒക്കെ കളിച്ചിരുന്നിട്ട് ഇപ്പൊ എന്താ പെട്ടെന്ന് ഇങ്ങനെ ഞങ്ങൾ മര്യാദയ്ക്ക് അവിടെ ജീവിച്ചോണ്ടിരുന്നാണോ? അപ്പോഴല്ലേ നീ പിടിച്ച് കല്യാണം കഴിപ്പിച്ചത്? 35 വർഷമായിട്ട് ഇച്ചിപ്പോന്ന ലക്ഷണം അങ്ങനെ എന്നെ പറഞ്ഞിട്ടില്ല. ഇപ്പൊ അയാൾ എന്നെ എന്തൊക്കെയാ വിളിച്ചെന്ന് അറിയാം. എനിക്ക് എന്താ വിളിച്ചു? ഭാര്യയും ഭർത്താവ് ആയി കഴിയുമ്പോ അങ്ങനെ ഞങ്ങൾ വടക്കൊക്കെ ഇടും. എന്താ ഇപ്പൊ നിനക്ക്? എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി. ഞാൻ പറയട്ടെ, പ്രേമിച്ചു കൊണ്ട് നടക്കുമ്പോഴുള്ള സുഖം കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല. അത് മനസ്സിലായി. ഞാൻ ചെയ്തു പോയി എന്റെ അബദ്ധമാണ് നിങ്ങളെ കല്യാണം കഴിച്ചത്. ഇതൊക്കെ പറയാൻ നീ ആരാ? മകനോ? കല്യാണം കഴിഞ്ഞിട്ട് 5 മിനിറ്റ് പോലും അല്ല. അപ്പൊ നീ എങ്ങനെ മകനാണ്? എന്റെ കല്യാണത്തിന് മുമ്പ് ഉണ്ടാവുന്ന കുഞ്ഞ് ജാരസന്തതി. നീ ഞങ്ങൾക്കുണ്ടായ ജാരസന്തതി. അമ്മയല്ല ഉമ്മ. അച്ഛാ, അങ്ങനെ അതെങ്ങനെ ശരിയാവും? എനിക്ക് മനസ്സിലായി. ശരിയാവും. നീ നിന്റെ വാട്ടിന് കൂടാവേ. ഇവിടം വരെ വന്നിരിക്കുന്നത് നിങ്ങളെ കല്യാണം നടത്തിയിട്ട് എനിക്ക് ഈ സ്വത്തുക്കൾ മേടിച്ചെടുക്കാൻ. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഉണ്ടായ കൊച്ചിന് ഞങ്ങൾ 5 പൈസയുടെ സ്വത്ത് കൊടുക്കത്തില്ല. ഇനി ഞങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടാവും, അതിന് കൊടുക്കും. എനിക്കില്ല, സ്വത്തില്ല. നിനക്ക് സ്വത്തുമില്ല, ഒന്നുമില്ല. സ്വത്തുമില്ല, പിണ്ണാക്കുമില്ല. ഒരു കാര്യമില്ലാത്ത കാര്യമാണ്. ദൈവമേ, കല്യാണം കഴിപ്പിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. എന്ത് കഷ്ടമാണെന്ന് ഓർക്കണം. മക്കളെ, സ്വത്തിന് വേണ്ടി നമ്മളങ്ങ് ഒരു അച്ഛനും അമ്മയും അങ്ങ് വേറെ വഴിതെറ്റി വിടുക അല്ലേ മിട്ടു? നമ്മളെന്നും അങ്ങനെ തന്നെ കേട്ടോ. ഞാൻ ആദ്യം നീ എന്നെ ഡീന്ന് വിളിച്ചപ്പോ എനിക്ക് മനസ്സിലായി ഇതെല്ലാം അടവാണെന്ന്. പിന്നെ എന്താ അർത്ഥരാധിക്ക് കുട പിടിക്കുവാണോ? ചുമ്മാ നിനക്ക് എന്തെങ്കിലും പറ്റിയാലും. കളിപ്പാട്ടമായി കൺമണി നിന്റെ മുന്നിൽ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം
യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.